ഓക്കെ മക്കളെ, അടുത്തത് എന്താണ് മോണോട്ടോണിക് ഫംഗ്ഷൻ? മോണോട്ടോണിക് ഇൻക്രീസിങ്ങും മോണോട്ടോണിക് ഡിക്രീസിങ്ങും എന്നുള്ളതാണ്. ഒരു ഫംഗ്ഷൻ മോണോട്ടോണിക് ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കർവ് മുകളിലേക്ക് ഉയർന്നു പോവുക അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് പോവുക. മോണോട്ടോൺ ഡിക്രീസിങ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു ഫംഗ്ഷൻ്റെ കർവ് താഴത്തേക്ക് പോവുക അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് യാത്ര ചെയ്യുക. അതായത് എഫ് ഈസ് സെഡ് ടു ബി മോണോട്ടോൺ ഇൻക്രീസിംഗ് എന്ന് പറയുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ലെസ് ആർ ഈക്വൽ ടു എഫ് ഓഫ് വൈ വെൻ എവർ എക്സ് ലെസ് ദാൻ വൈ ഇൻ ഐ. അതിൻ്റെ ഇൻ്റർവൽ ഐ എന്ന ഡൊമൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ് എഫ് എന്ന് പറയുന്നത്. ആ ഡൊമൈനിൽ അയാൾ ഇൻക്രീസിംഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് ഉയരുന്നു, ഡിക്രീസിംഗ് ആണെന്ന് പറഞ്ഞാൽ ഗ്രാഫ് താഴുന്നു എന്നാണ് അർത്ഥം. അതിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങും ഉണ്ട്. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഒരിക്കലും കോൺസ്റ്റൻറ്റ് ആയിട്ട് വരില്ല, പകരം ഉയർന്നുകൊണ്ടേയിരിക്കും. സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് എന്ന് പറയുന്ന കേസ് താഴ്ന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ എഫ് ഓഫ് എസ് ഈക്വൽ എക്സ് പ്ലസ് 1 എടുത്തു കഴിഞ്ഞാൽ അത് ഉയർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഗ്രാഫാണ്. അതിൻ്റെ ഗ്രാഫ് അവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലോസ് ഇൻ്റർവൽ -2 അത് ഇൻക്രീസിംഗ് ആണ്. ഇൻ ജനറലി അത് റിയൽ ലൈനിൽ തന്നെ ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. ഇനിയിപ്പോൾ പരാബോള കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എഫ് ഓഫ് എസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 അത് -2 മുതൽ 0 വരെ ഡിക്രീസിംഗ് ആയിരിക്കും. പക്ഷേ 0ക്ക് ശേഷം അത് ഇൻക്രീസിംഗ് ആയിട്ടാണ് വരിക എന്ന് ഓർക്കുക. ഇനി ഒരു ഫംഗ്ഷൻ മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണെങ്കിൽ, ഒരു ഡൊമൈനിൽ മോണോട്ടോൺ ഇൻക്രീസിംഗ് ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയിരിക്കും. ഒരു ഡൊമൈനിൽ ഡിക്രീസിംഗ് ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് അടുത്ത് പറയുന്ന ആ തിയറം എന്ന് പറയുന്നത്. ആ തിയറത്തിൻ്റെ പ്രൂഫ് ആകെ 2 ലൈനേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ഇനി ഒരു ഫംഗ്ഷൻ്റെ കർവ് ഇൻക്രീസ് ചെയ്യുന്നില്ല ഡിക്രീസിങ് ചെയ്യുന്നില്ല ഈക്വൽ ടു 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ സപ്പോസ് ചെയ്തു എഫ് കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആണെന്ന് പറഞ്ഞു. ഓപ്പൺ ഇൻട്രോൾ എ ബിയിൽ ഡിഫറൻഷ്യബിളും ക്ലോസ് ഇൻട്രോൾ എ ബിയിൽ കണ്ടിന്യൂസുമാണ്. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആ ഫംഗ്ഷൻ മോണോട്ടോൺ ഇൻക്രീസിങ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. എപ്പോൾ? ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആകുമ്പോൾ. സപ്പോസ് ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടാൻജൻ്റ് ലൈനിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാൻ ഇവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം ഗിവൺ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിളും കണ്ടിന്യൂസ് ആവുന്നതുകൊണ്ട് വി ക്യാൻ അപ്ലൈ ദി മീൻ വാല്യൂ തിയറം. മീൻ വാല്യൂ തിയറം പ്രകാരം അതിൻ്റെ ആവറേജ് വെലോസിറ്റി ഏതൊരു ഇൻ്റർവെല്ലിലും എന്തായിരിക്കും? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആയിട്ട് കോയിൻസൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സ് ആൻഡ് വൈ ആർ 2 ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സ് വിത്ത് എക്സ് ലെസ് ദാൻ വൈ ഇൻ ഓപ്പൺ ഇൻട്രോൾ എ ബി എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ എക്സും വൈയിലും കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ ഓപ്പൺ ഇൻട്രോൾ എക്സ് വൈയിൽ അത് ഡിഫറൻഷ്യബിളും ആയിരിക്കും. ആക്ച്വലി ക്ലോസ് ഇൻട്രോൾ എക്സ് വൈയിൽ തന്നെ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. മീൻ വാല്യൂ തിയറം പ്രകാരം ഈ ക്ലോസ് ഇൻട്രോൾ എ ബിയിൽ ഉള്ളിലുള്ള ഇൻ്റർവൽ എക്സ് വൈ എന്ന ഇൻ്റർവെല്ലിലും ഈ ഫംഗ്ഷൻ മീൻ വാല്യൂ തിയറം സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് മീൻസ് അതിനിടയിലുള്ള ഒരു ഇൻറ്റീരിയർ പോയിന്റിൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആവറേജ് വെലോസിറ്റി ആയിട്ട് കോയിൻസൈഡ് ചെയ്യും. ദാറ്റ് മീൻസ് എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ വൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് ക്ലോസ് ഇൻട്രോൾ എക്സ് വൈയിലുള്ള ആവറേജ് വെലോസിറ്റിയും എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ആ ഇൻ്റർവെല്ലിലുള്ള ഒരു പോയിന്റിലെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുമാണ്. ഓക്കെ, ഇനി ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫോർ എവരി എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻട്രോൾ എ ബി എഫ് ഡാഷ് ഓഫ് സിയും എന്ത് തന്നെയായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതായത് എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ വൈ മൈനസ് എക്സ് പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ വൈ മൈനസ് എക്സ് ഓൾറെഡി പോസിറ്റീവ് ആണ്, കാരണം എക്സ് ലെസ് ദാൻ വൈ ആയതുകൊണ്ട്. അപ്പോൾ ഒരു റേഷ്യോ പോസിറ്റീവ് ആണ്, ഡിനോമിനേറ്റർ പോസിറ്റീവും ആണെങ്കിൽ ന്യൂമറേറ്ററും എന്ത് തന്നെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അത് കട്ട് ചെയ്ത് പോകുന്നു. എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0, അതിനർത്ഥം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് വൈ. അപ്പം മോണോട്ടോൺ ഇൻക്രീസിങ് ആയിരിക്കും. ഇതേപോലെ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 സപ്പോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ വൈ മൈനസ് എക്സ് ലെസ് ദാൻ 0 ആയിരിക്കും മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ. ഇനി വൈ മൈനസ് എക്സ് പോസിറ്റീവ് ആണ്, ഒരു റേഷ്യോ നെഗറ്റീവ് ആണ്, സോ ന്യൂമറേറ്റർ നെഗറ്റീവ് ആയിരിക്കും. ന്യൂമറേറ്റർ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 0. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് വൈയേക്കാൾ വലുതായിരിക്കും. അപ്പോൾ അവിടെ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ മോണോട്ടോണിക് ഫംഗ്ഷൻസ്. ഫൈൻഡ് ദി ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 12x മൈനസ് 5 ആൻഡ് ഐഡൻറ്റിഫൈ ദി ഇൻ്റർവൽസ് ഇൻ വിച്ച് എഫ് ഈസ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എക്സ് ക്യൂബ് മൈനസ് 12x മൈനസ് 5 എന്ന് പറയുന്നത് ഒരു ക്യൂബിക് ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ എവിടെയൊക്കെയാണ് ഇൻക്രീസിങ് ആവുന്നത്, ഡിക്രീസിങ് ആവുന്നത്? ക്രിട്ടിക്കൽ പോയിൻറ്റ്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിൻറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ആബ്സലൂട്ട് മാക്സിമം ആണ് വരുന്നതെങ്കിൽ ലെഫ്റ്റിൽ ഇൻക്രീസിങ്ങും റൈറ്റിൽ ഡിക്രീസിങ്ങും ആയിരിക്കും. ആബ്സലൂട്ട് മിനിമം ആണ് വരുന്നതെങ്കിൽ ലെഫ്റ്റിൽ ഡിക്രീസിങ്ങും റൈറ്റിൽ ഇൻക്രീസിങ്ങും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കർവ് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ -2 11 എന്ന വാല്യൂ അറ്റൈൻ ചെയ്യുന്നു. അതായത് ആബ്സലൂട്ട് മാക്സിമം 2 പോയിന്റിൽ അറ്റൈൻ ചെയ്യുന്നുണ്ട്. -2ലും അറ്റൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫംഗ്ഷൻ 4ലും അറ്റൈൻ ചെയ്യുന്നുണ്ട്. ആബ്സലൂട്ട് മിനിമം അറ്റൈൻ ചെയ്യുന്നത് -4ലും അതുപോലെ തന്നെ
2ലുമാണ് അറ്റൈൻ ചെയ്യുന്നത് ഈ ഫംഗ്ഷൻ. അതാണ് ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത. ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് നോക്കാം. ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വഴി ക്രിട്ടിക്കൽ പോയിൻ്റ് കണ്ടുപിടിക്കുന്നു. 2 ക്രിട്ടിക്കൽ പോയിൻ്റാണ് ഉള്ളത്, 2 - 2. അപ്പോൾ നമുക്കറിയാം എക്സ്ട്രീമ എക്സിസ്റ്റ് ചെയ്യുന്നത് ക്രിട്ടിക്കൽ പോയിൻറ്റിലോ എൻ പോയിൻറ്റിലായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 2 - 2, അതുപോലെ തന്നെ ഇവിടുത്തെ എൻ പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് നോക്കാം. -4ലും 4ലും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ -4, 4 എന്ന പോയിൻറ്റിലും മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നോക്കാം. ഇനി ഈ കർവിൻ്റെ പിക്ചറൈസേഷൻ തന്നെ മനസ്സിലാവും. ഈ മാക്സിമം അറ്റൈൻ ചെയ്യുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡ്, അതായത് -4 മുതൽ -2 വരെ ഇൻക്രീസിങ് ആണെന്നും അത് 11 എന്ന വാല്യൂ വരെ ഇൻക്രീസ് ചെയ്ത് പോകും. ദെൻ -2 മുതൽ 2 വരെ ഫംഗ്ഷൻ താഴുന്നു. അതായത് കാരണം 2 എന്ന പോയിൻറ്റിൽ മിനിമമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഡിക്രീസിങ്ങും റൈറ്റ് ഇൻക്രീസിങ്ങുമാണ്. അത് 2 മുതൽ 4 വരെ ഇൻക്രീസിങ്ങുമായിരിക്കും. ഓക്കെ, ഇനി ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ലോക്കൽ എക്സ്ട്രീമ. സപ്പോസ് ഈ ഈസ് എ ക്രിട്ടിക്കൽ പോയിൻറ്റ് ആൻഡ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ c - delta c + delta എക്സെപ്റ്റ് പോസിബിളി അറ്റ് c, മൂവിങ് അക്രോസ് c ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ c എന്ന പോയിൻറ്റിൽ നമുക്ക് ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് ആണെങ്കിൽ അവിടെ മാക്സിമം മിനിമം കിട്ടുന്ന കേസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ, സൈൻ ഓഫ് എഫ് ഡാഷ് ചേഞ്ചസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. അപ്പോൾ എഫ് ഡാഷ് >0, ഇൻക്രീസിങ് ആകുമ്പോൾ >0, ഡിക്രീസിങ് ആകുമ്പോൾ <0. അപ്പോൾ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യുക എന്നും, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് മാറുക പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്യുക. ഡിക്രീസ് ചെയ്യുക പറഞ്ഞാൽ എഫ് ഡാഷ് <0, ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് >0. അപ്പോൾ ഇവിടെ 2 എന്ന പോയിൻ്റ് ലെഫ്റ്റിൽ ഡിക്രീസിങ്ങും റൈറ്റിൽ ഇൻക്രീസിങ്ങുമാണ്. അപ്പോൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുമ്പോൾ നമുക്ക് ലോക്കൽ മിനിമവും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ ലോക്കൽ മാക്സിമം കിട്ടുക. അത് എഫ് ഡാഷിൻ്റെ സൈനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ സൈന് സി എന്ന പോയിൻറ്റിൽ ലോക്കൽ മാക്സിമം കിട്ടുകയാണെങ്കിൽ ലെഫ്റ്റിൽ ഇൻക്രീസിങ്ങും റൈറ്റിൽ ഡിക്രീസിങ്. അതിനർത്ഥം ലെഫ്റ്റിൽ > എഫ് ഡാഷ് ഓഫ് സി, എഫ് ഡാഷ് >0 ആൻഡ് എഫ് ഡാഷ് <0 ആയിരിക്കും റൈറ്റ് സൈഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, യൂസിങ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ലോക്കൽ എക്സ്ട്രീമ ഫൈൻഡ് ദി ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുന്നു. ഇത് ഏതെല്ലാം ഇൻ്റർവെല്ലിലാണ് ഇൻക്രീസിങ് ഡിക്രീസിങ് കണ്ടുപിടിക്കണം. അപ്പോൾ ഗിവൺ ഫംഗ്ഷൻ നമ്മൾ എടുത്ത് f(x) = x⁻⁴ into x - 4 എന്ന് കൊടുത്തു. അതിനെ x⁻⁴ - 4 into x⁻⁴ എന്ന് കൊടുക്കാം. f(x) = വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുക 4/3 into x⁻⁴ - 4/3 into ഡിനോമിനേറ്ററിലാണ് x⁻²3. ഇപ്പോൾ f'(0) എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാൻ കഴിയില്ല, കാരണം രണ്ടാമത്തെ ടേമിന് താഴെ x ഉണ്ട്. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0ൽ ഡിഫൈൻഡ് അല്ല. അതിനർത്ഥം 0 എന്ന പോയിൻ്റ് ഒരു ക്രിട്ടിക്കൽ പോയിൻ്റാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആക്കാൻ പറ്റുന്ന എപ്പോൾ മാത്രമായിരിക്കും നമുക്ക് നോക്കാം. f(x) = 0 ഇംപ്ലൈസ് നമുക്ക് ഇവിടെ f(x) 0 ആക്കാൻ പറ്റുന്നത് 4/3 into x⁻⁴ - 4/3 into x⁻²3 0 ആവുക x = 1 കൊടുക്കുമ്പോൾ മാത്രമാണ്. x = 1 കൊടുത്താൽ 4/3 - 4/3 = 0 എന്ന് കിട്ടും. therefore x = 1 and x = 0 are two critical point. അതിൻ്റെ പ്രത്യേകത 0ൽ ഡെറിവേറ്റീവ് ഉണ്ടാകുന്നില്ല, 1ൽ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഗ്രാഫ്. അപ്പോൾ നിങ്ങൾ അവിടെ നോക്കുക, 0യുടെ ലെഫ്റ്റിൽ ഡിക്രീസിങ് ആണ്, 0യുടെ റൈറ്റിലും ഡിക്രീസിങ് ആണ്. f(x) <0 for every x element of -∞ 0. 0യുടെ ലെഫ്റ്റിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് <0 എന്ന് പറഞ്ഞാൽ ഡിക്രീസിങ്. 0യുടെ റൈറ്റിലും, റൈറ്റ് പറഞ്ഞാൽ കുറച്ച് സ്മോൾ റൈറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, 0 മുതൽ 1 വരെയും ഡിക്രീസിങ് ആണ്. അപ്പോൾ 0 എന്ന പോയിന്റ് ക്രിട്ടിക്കൽ പോയിൻ്റ് ആയിട്ട് കൂടി അവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ലോക്കൽ മാക്സിമോ ലോക്കൽ മിനിമോ ഉണ്ടാകുന്നില്ല. പക്ഷേ 1 എന്ന പോയിൻറ്റിൻ്റെ ലെഫ്റ്റിൽ ഫംഗ്ഷൻ ഡിക്രീസിങ്ങും റൈറ്റിൽ ഇൻക്രീസിങ്ങുമാണ്. അതുകൊണ്ട് ലോക്കൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത x = 1 എന്ന പോയിൻറ്റ് ക്രിട്ടിക്കൽ പോയിൻ്റ് ആണ്, അതിൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ x = 0 ക്രിട്ടിക്കൽ പോയിൻ്റ് ആയിട്ട് പോലും അവിടെ അതിനൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ.